ഇനി നമ്മളെ വ്ളോഗ് പറയട്ടെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നല്ല കുട്ടികളാണല്ലോ, എന്നാലും ചോദിക്കാം. ഇവളെ ക്രഷിന്റെ പേര് കണ്ടുപിടിച്ചാലോ? കുട്ടികളല്ല, ഇവരായൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവരെ പെങ്ങന്മാരെ പേരായിക്കോട്ടെ. പെങ്ങന്മാരെ പേരൊക്കെ റിസ്ക് ആവോ? എന്താ വേണ്ടി? ക്രഷാണോ പെങ്ങന്മാരാണോ? പേടി എന്താ? ഹായ്, അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ മടവൂരാണ് കേട്ടോ. നമ്മൾ മടവൂർ CM മക്കാമിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താൻ കേട്ടോ. കാരണം നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഉസ്താദിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. പോകാൻ നിൽക്കണോ? നേരം വയ്ക്കുമോ? ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ്. പേര് പറഞ്ഞില്ല, ഷമീം അബ്ദുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മോട്ടിവേറ്ററാണ്, നല്ലൊരു മെൻ്റലിസ്റ്റാണ്. അത് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. ആ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം, ഉസ്താദിൻ്റെ കലാവിരുന്നാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറാമത്തോ കാര്യങ്ങളൊന്നുമല്ല, ഉസ്താദിൻ്റെ കല ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഉസ്താദിന് ഒരുപാട് കഴിവുള്ള വ്യക്തിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾക്ക് ഉസ്താദിനൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഉസ്താദെ, വണ്ടി ഒരു സൈഡൊക്കെ നമുക്ക് കാര്യങ്ങളിൽ പോയാലോ? ഉസ്താദെ, ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് ഉസ്താദുമാരെ ഞങ്ങൾ ഇതുപോയി കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ ഞാൻ വിടൂല കേട്ടോ. അതാരായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഉസ്താദിൻ്റെ കലാപരമായിട്ട് കഴിവെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അവർ കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു കുറച്ച് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉണ്ട് അല്ലേ? ഉസ്താദെ, നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്താണെന്ന് പറയാൻ പറ്റും? ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് മെന്റലിസം, അതിൻ്റെ കൂടെ തന്നെ മോട്ടിവേഷൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ, ഇന്ന് ലോകത്തുള്ള ജനസംഖ്യയുടെ ഒരു 90% എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല, ഒരുപാട് ടെൻഷൻ അടിമപ്പെട്ട്. 100% ആൾക്കാർക്ക് ടെൻഷൻ തന്നെയല്ലേ? അപ്പോൾ ഈ ടെൻഷനിൽ നിന്ന് എങ്ങനെ മുക്തമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുക, എന്തിനാണ് ടെൻഷൻ അടിച്ച് വെറുതെ ജീവിതം നമ്മുടെ പായാക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചർച്ച, ഒരു അഭിമുഖം. ഓക്കെ, അത് നമ്മൾ നിങ്ങൾക്കാണ്, കൂടെ എനിക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ ആദ്യം നമുക്ക് ഉസ്താദിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെന്റലിസം കാണാം അല്ലേ? അപ്പോൾ ഉസ്താദെ, ഇന്ന് മെന്റലിസം നമുക്ക് ആൾക്കാർ വേണ്ടേ? വേണോ? അപ്പോൾ അവിടുന്ന് ആളെ കിട്ടാൻ നമുക്ക് നമ്മൾ സ്റ്റുഡൻസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ഇത് സെറ്റാക്കി വെച്ചെന്ന് പറയണ്ട. ഉസ്താദിനെ പഠിക്കുന്ന സ്ഥാപനത്തിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ അവരെ കാണാൻ പോകും. എന്നിട്ട് നമുക്ക് ബാക്കി അവരെ വെച്ച് ചെയ്യാം കേട്ടോ. വാ ഉസ്താദെ, സാധാരണ നമുക്ക് എന്താ പറയുക, ഓരോരുത്തർക്ക് നമ്മൾ ചെയ്യും. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നമുക്ക് മൈൻഡ് റെഡി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കഴിയോ? ഇൻഷാ അല്ലാഹ് ഇവർ 4 പേരുടെ ഒരുമിച്ച് നമ്മൾ മൈൻഡ് റെഡി ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ CM സെന്റർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് പിന്നെ സ്കൂളിലെ HM-നുമായി സംസാരിച്ച് ആ സ്കൂളിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല കുട്ടികളെ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള 5 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഓക്കെ, നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ, അസ്സലാമു അലൈക്കും. പേരും പറഞ്ഞില്ല. മുഹമ്മദ് മുക്സിത്ത്. സ്ഥലം കൊളപ്പുറം. ഇവിടെ എത്ര ക്ലാസ്സിലാണ്? ഇവിടെ 10ാം ക്ലാസ്സിൽ. അടുത്താളെ. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ. ഞാൻ വരുന്ന കേശ്ശേരി എന്നാണ്. 10ാം ക്ലാസ്സിലെ. എൻ്റെ പേര് മുഹമ്മദ് അംജദ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പാണ്ടിക്കാട്. ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് റാഷില്. ഞാൻ ചുള്ളിക്കോട് നിന്ന് വരുന്നു. 10ാം ക്ലാസ്. എല്ലാവരും 10ാം ക്ലാസ് ആണോ? ഞാൻ മുഹമ്മദ് നാഫിഫ് കെ പി. ഞാൻ പൂനൂരിൽ നിന്ന് വരുന്നു. ഞാൻ 10ാം ക്ലാസ്. അല്ല, അതിൽ ആരെങ്കിലും ഹാപ്പി ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഉസ്താദേ, എന്താണ് ശരിക്കും ഇവരെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്ന് നമ്മൾ ഇവർ മനസ്സിൽ കരുതിയ 4 കാര്യങ്ങൾ, 4 ആൾ കരുതിയത് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ആരാണ് കരുതിയത്? അതായത് ആദ്യം പറഞ്ഞതല്ലോ. അല്ലല്ല, ഇവരുമായിട്ടുള്ള വന്നെന്ന് ചോദിച്ചാൽ ഞാൻ സെന്ററിലെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ ഇവരെ ഇവർ ആദ്യമായിട്ടോ എന്നെ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും റെഡി അല്ലേ? സെറ്റ്. അപ്പോൾ നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലൊക്കെ പുറത്താവട്ടോ. ബേജാറുണ്ടോ? ഒരു ബേജാറും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആകെ ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ? ഇല്ല, ഇവിടെ ഇല്ലല്ലേ? നോക്കാം ഉസ്താദേ, തുടങ്ങാല്ലേ? ഓക്കെ. അപ്പൊ എന്താ നമുക്ക് ഫസ്റ്റ് എങ്ങനെ പരിപാടി? ഇവർ 4 പേരുണ്ട്, മൊത്തം 5 പേരുണ്ട്. അതിൽ 4 പേരോട് ഇൻഷാ അല്ലാഹ് ഇവർക്ക് പിന്നെ ഒരു ടൂറിസ്റ്റ് നിലക്ക് ഇവർക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇവർ കരുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇവർ കരുതി കഴിഞ്ഞാൽ 4 പേരുടെയും ഫേസ് നോക്കി ഇവർ ഏത് രാജ്യത്തേക്കാണ് പോകാൻ കരുതിയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പറ്റും. എന്നാല് ആദ്യം തന്നെ ഫസ്റ്റ് വൺ ആയിക്കോട്ടെ അല്ലേ? ഫസ്റ്റ് വൺ ഇത് പിടിച്ചോ. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ. നിങ്ങൾ ആ വിചാരിച്ച ആ രാജ്യം ഉണ്ടല്ലോ, രാജ്യത്തിന് മനസ്സ് കരുതിയില്ലേ? ഓക്കെ. ഇനി ഒന്നും പറയരുത്. നിങ്ങൾ വിചാരിച്ച അക്ഷരം എൻ്റെ ഈ ഒരു
ഇതിൻ്റെ പുറത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ അക്ഷരം ഇവിടെ ഉണ്ട് നിങ്ങൾ കരുതിയാൽ മതി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കരുതിയാൽ മതി. ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിയോ. ഞാൻ ഒരുപാട് അക്ഷരങ്ങൾ പറയും. അപ്പോൾ അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. എസ് ഒന്നും പറയരുത്. എൻ ടി യു കെ നിങ്ങൾ കരുതിയ ആ രാജ്യം ഞാൻ പറയണ്ട, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. തുർക്കിയാണോ? യെസ്. ഓക്കെ. ഒരു ക്ലാപ്പ് വരോ? അതെങ്ങനെ സംഭവം? നമുക്ക് ബാക്കി അടുത്ത പോവാം. ട്രിക്ക് പഠിപ്പിച്ചേട്ടാ. ഇൻഷാല്ലാ. നിങ്ങൾ കരുതിയ രാജ്യം മനസ്സ് കരുതിയാൽ മതി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മാത്രം മനസ്സ് കരുതുക. ഫസ്റ്റ് ലെറ്റർ ഒരു ഫസ്റ്റ് ലെറ്റർ. ഇനി ഒന്നും നിങ്ങൾ പറയരുത്. 5 ലെറ്ററിൻ്റെ മുകളിലേക്കാണോ താഴത്തേക്കാണോ ജസ്റ്റ് ഒന്ന് കരുതിയാൽ മതി. പറയണ്ട, ജസ്റ്റ് കരുതിയാൽ മതി. ഓക്കെ. ഇനി ഞാൻ കുറച്ച് അക്ഷരങ്ങൾ പറയും. എസ് ടി ഒന്നും വരണ്ട. എൻ ആർ യു വി. ഓക്കെ. ന്യൂസിലാൻഡാണോ നമുക്ക്? ന്യൂസിലാൻഡാണോ? ഓക്കെ അല്ലേ? ഓക്കെ. ന്യൂസിലാൻഡ് പറഞ്ഞോളൂ. പേടിയൊന്നുമില്ല. അതിന്റെ എക്സ്പ്രഷൻ അല്ലേ? ഓക്കെ. അപ്പൊ അതും ശരിയായില്ല. അതെ, 2 ആള് സെറ്റ്. മൂന്നാമതാണ് വരാൻ പോണേ. മൂന്നാമത്തെ ആള് കുറച്ച് ബ്രില്യന്റ് ആണ് ആൾട്ടാ. ഒരാള് കുറച്ച് റഫാണ്. നമുക്ക് അടുത്ത ആളേക്കാൻ ഒന്ന് പോയാലോ? എന്നിട്ട് നടക്കൂലേ? ഇവിടെ നടക്കില്ല. ഫസ്റ്റ് ഇയാൾക്ക് പോയിട്ട് നമുക്ക് ഇയാൾക്ക് വരാം. അങ്ങനെ? ഓക്കെ. ഇയാള് വിചാരിച്ച ഇത് കരുതിക്കോളി. ഫസ്റ്റ് ലെറ്റർ കരുതിക്കോളി. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ലെറ്റർ ഉണ്ട്. ഓക്കെ. അതിൻ്റെ അവസാനത്തെ ലെറ്റർ ഈ കയ്യിലുണ്ട്. ഓക്കെ. വളരെ ഒന്നും പറയണ്ട. വളരെ സിമ്പിളായുള്ള രാജ്യം നിങ്ങൾ കരുതിക്കണമെന്ന് സംശയമുണ്ട്. ഒന്നും പറയണ്ട. ഓക്കെ. ഖത്തറല്ലേ? ഓക്കെ. ഖത്തറാണോ? ഖത്തർ വരുന്ന കാരണം സംഗതി ഖത്തറിൽ നിങ്ങൾ പോകാൻ കരുതാൻ അവിടെ പറയുമ്പോ എന്താ എക്സ്പ്രഷൻ എന്താ സംഭവം? മനസ്സിന് എന്താ തോന്നണേ? നമ്മള് മനസ്സ് കരുതിയൊരു സാധനം പെട്ടെന്ന് വെളിച്ചത്താവണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ആൾക്കാരെ മനസ്സിലുള്ള സാധനം നമുക്ക് എടുക്കാൻ പറ്റും. സുഖമായിട്ട് എടുക്കാം. നമ്മൾ ഓൾറെഡി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത്തരം ആളുകൾ വരുമ്പോൾ ഒരുപാട് പേര് പലതും മറിച്ച് വെച്ചിട്ടേ വരിക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? ഇവിടെ വന്നതിന്റെ ശേഷം പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി നമ്മളെ വ്ളോഗ് പറയട്ടെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയാം. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നല്ല കുട്ടികളാണല്ലോ, എന്നാലും ചോദിക്കാം. ഇവളെ ക്രഷിന്റെ പേര് കണ്ടുപിടിച്ചാലോ? കുട്ടികളല്ല, ഇവരാണെന്നുണ്ടാവില്ല. നമുക്ക് ഇവരെ പെങ്ങന്മാരെ പേരായിക്കോട്ടെ. പെങ്ങന്മാരെ പേരൊക്കെ റിസ്ക് ആവോ? എന്താ വണ്ടി? ക്രഷ് ആണോ പെങ്ങന്മാരാണോ? പേടി എന്താ? പെങ്ങന്മാർക്ക് 3 താല്പര്യം. അതുകൊണ്ട് അതെന്നാക്കല്ലേ? അപ്പൊ പെങ്ങന്മാരെ പേര് കണ്ടുപിടിച്ചനെ ആദ്യത്തെ മെന്റലിസ്റ്റ് ആയിക്കാരട്ടത് ഇത് ചെയ്യാൻ പോണേ. പെങ്ങന്മാരെ പേര്, അതായത് ഉസ്താദായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികളാണ്. ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമ്മള് കുട്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ അത് സംഗതി പോരെ, സെറ്റല്ലേ? ഓക്കെ. എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ 9 നാളെ സമയം ചെയ്യാൻ പോകുന്നുണ്ടോ? ലൈവ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഓക്കെ. മൈക്കൂടെ കൊടുക്കാം. നിങ്ങൾ കരുതിക്കോളൂ. പേര് കരുതിക്കോളി. പേര് കരുതുമ്പോൾ ഇപ്പോൾ ഒറ്റ പേരാണോ 2 പേരാണെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. അതായത് എൻ്റെ പേര് ഷമീം അബ്ദുള്ള. അതേമാതിരി 2 പേരാണോ അല്ല ഒറ്റ പേരാണോ? ഒറ്റ പേരാണോ 2 പേരാണോ? അത് പറഞ്ഞോളൂ. ഒറ്റ പേരാണ്. ഓക്കെ. ബോക്സ് ഉണ്ട്. ഞാൻ ഈ ബോക്സിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാ ബോക്സ്. പിന്നെ അതിലൊന്നും ഇല്ലാന്ന് അവർക്കറിയാം. എൻ്റെ മൊത്തം നോക്കിയാ A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഈ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതുക. ഓക്കെ. ഈ ലാസ്റ്റ് ലെറ്റർ. ഓക്കെ. N S T U V A E U N S R. ഓക്കെ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? മടക്കിയിട്ട് പേര് എഴുതി കഴിഞ്ഞു. ഇത് എന്ത് ചെയ്ത് ഇവിടെ ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ. ഈ ലാസ്റ്റ് എടുക്കാം. 3 ഇനി മോൻ പറഞ്ഞോ പേര് പറഞ്ഞോ. ജുമാന. ഓക്കെ. ഇനി മോൻ പറഞ്ഞോ. അടുത്ത കൊടുക്കും. പേര് ജുമാന. അതിന് ലാസ്റ്റ് നോക്കാം.
ഇനി മോനെ എൻ്റെ സ്കൂളിൽ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ, ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അങ്ങനെ പുറത്താകും കുഴപ്പമില്ല, ഞാൻ എവിടെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ വിചാരിച്ചാൽ മതി. നല്ലൊരു ഒറ്റ പേര് ആദ്യം തന്നെ പറഞ്ഞോ, ഒറ്റ പേരാണോ 2 പേരാണോ? ഒറ്റ പേര്. ഓക്കെ, 2 പേരാണ്. ഓക്കെ, 2 പേര് കുറച്ച് പറയുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. തുടങ്ങിക്കോ, മനസ്സ് കരുതിക്കോ. അതിൽ ഫസ്റ്റത്തെ പേര് മാത്രം ഒന്ന് കരുതിക്കാം. പറയണ്ട. ABCDEFGHIJKLMNOPQRSTUVWXYZ. ആ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിക്കാം. ANSTUEMNR. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ തുടക്കത്തിലെ ലെറ്റർ മാത്രം കരുതിയാൽ മതി. SNRTUVXNU. ഓക്കെ. ഇവിടെ എഴുതണ പലവും ഇങ്ങനെ എഴുതണ മാതിരി കാണിക്കാം. ഒന്ന് കരുതണം. ഓക്കെ, എൻ്റെ മുഖത്ത് മാത്രം എഴുതട്ടെ. വെറുതെ എഴുതണ മാതിരി കാണിക്കും. അതൊക്കെ എന്ത് ചെയ്യണ്ട, നീ ഒരു എക്സ്പ്രഷൻ തരരുത്. ഓക്കെ. ഓക്കെ, ഇതിൽ എഴുതിയിട്ട് എന്ത് ചെയ്ത് ഇതും അതേപോലെ ഇതിനെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. 2 പേപ്പറായി. ഞാൻ പേര് പറഞ്ഞു. റബീഹ് ജീലി. ഓ, ഭയങ്കര ടഫുള്ള പേരായിരുന്നല്ലോ. ജീലി. ഓക്കെ. ഇനി മൂന്നാമത്തെ ആൾക്ക് ഒരു വ്യത്യസ്ത രാജിക്കാൻ നോക്കാം. ഇവിടെ 3 സാധനങ്ങളുണ്ട്. 3 സാധനങ്ങൾ. ഇതെന്താണ്? ഇത് ഫോണാണ്, ഇത് ബാഗാണ്, ഇത് മൊബൈൽ. ഞാൻ ഇവിടെ പലതും ഇങ്ങനെ എഴുതണമാരി കാണിക്കും. നീ അതിലേക്ക് നോക്കുക, എൻ്റെ എഴുതണയിലേക്ക് നോക്കുക. അതിലേക്ക് നോക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ പലതും എഴുതണമാരി കാണിക്കാം. ഒന്ന് വിചാരിച്ചാൽ അതിലേക്ക് തന്നെ നോക്കിക്കോട്ടോ. അതിലേക്ക് തന്നെ 3 കാര്യത്തിലേക്ക് നോക്കിക്കോ. ഓക്കെ, മൊബൈൽ. അല്ല, ഈ കുട്ടീൻ്റെ നോട്ടൊക്കെ വടക്കായി കണ്ട. നാളെ വേറെ പോയി തരാം. ഞാൻ പലതും ഇങ്ങനെ എഴുതിയിട്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം സ്പ്രെഡ് ചെയ്ത് ഇവിടെ 3 ഉത്തരം ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ ആദ്യം നമുക്കൊരു വ്യത്യസ്തമായിക്കോട്ടെ. ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം, ഇതൊരു ഇഷ്ടമുള്ളതല്ല ഇത്. ഇനി ഇഷ്ടമില്ലാത്ത സാധനം എടുത്ത് ഒഴിവാക്കും. ഇത് 3 കാര്യങ്ങളുണ്ട്. ഇഷ്ടമില്ലാത്തൊരു സാധനം എടുത്ത് ഒഴിവാക്കിയാൽ മതി. താല്പര്യമില്ലാത്ത സാധനം ഇതൊന്ന് അവരെ മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ആ 3 കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. എല്ലാരും വരി കണ്ടോളി. ഫോൺ കയ്യടിക്കാൻ എന്ത് മനുഷ്യന്മാരുണ്ടോ ഫോൺ. അതായത് അവന് ഇഷ്ടമില്ലാത്ത സാധനം എടുത്തു ഫോണ്. അത് തന്നെയാണ് ഈ പേപ്പറിൽ വന്ന ഫോണ്. ഓക്കെ, അടുത്തേ എന്താ? ജുമാന. അതിൽ വിചാരിച്ച് എന്താണ് മകളെ പേര്? ജുമാന. ഓക്കെ, അടുത്തേ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അടുത്ത് പൊളിക്കാൻ പോണേ. എന്താണ്? റബീഹ് ജീലിയ. നിന്നാളോടെ അതങ്ങനെ നോക്ക്. ഞാൻ പറഞ്ഞിട്ട് നോക്ക്. തെറ്റല്ലേ? എന്ത് തോന്നുന്നു? നല്ലത്. എല്ലാവരും മാഷാ അല്ലാഹ് പറ. മാഷാ അല്ലാഹ്. എല്ലാവരും പറ.